ഹായ്, കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഇവിടെ നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. ഈ ചക്ക വെച്ച് നമുക്ക് നല്ലൊരു ചക്ക വരട്ടി ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് തരിക. ഇതാ ഞാൻ ആ ചക്കേനെ ഒരു ജാറിലോട്ട് മാറ്റി 2 സ്റ്റെപ്പായിട്ട് നന്നായി അരച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നന്നായി പൊടിച്ചു വച്ചിരിക്കുന്ന ശർക്കര ആഡ് ചെയ്യാം. ഈ ശർക്കരയിൽ കല്ലും മണലൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ചിലപ്പോൾ ശർക്കര വാങ്ങുമ്പോൾ അതിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ശർക്കരയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി തിളപ്പിച്ച് അരിച്ചെടുത്ത് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതാ ഇവിടെ ശർക്കര നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചക്ക ആഡ് ചെയ്യാം. ചക്കയെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി ഇത് നല്ലതുപോലെ ശർക്കരയായിട്ട് കോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ ചക്കയുടെ കളറെല്ലാം മാറി ശർക്കരയുടെ അതേ സെയിം കളറിലാവും. നല്ലതുപോലെ ഇളക്കി ഇതാ ഇവിടെ ഈ പരുവായിട്ടുണ്ട്. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ കൈയെടുക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി വരുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ ശർക്കരയായി ചക്ക കോട്ട് ചെയ്ത് വരും. ഇത് നന്നായി കലങ്ങിയിട്ടില്ല. ഇനി നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ ചക്കയുടെ കളറെല്ലാം മാറി നല്ലൊരു ചക്ക വരട്ടിയാവും. ഇതായി ഈ സെയിമായി ചക്കയുടെ കളറെല്ലാം മാറി ചക്ക ശർക്കരയായിട്ട് ലയിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുകയാണ്. നെയ്യ് ആഡ് ചെയ്ത് നല്ലതുപോലെ നമുക്ക് വരട്ടിയെടുത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം വറ്റട്ടെ നന്നായിട്ട്. ഞാൻ നന്നായി വരട്ടിയെടുത്ത് കുപ്പിയിലൊന്നും അടച്ചു വെച്ച് മാസങ്ങളോളം വയ്ക്കാനൊന്നും പോകുന്നില്ല. ഇതിപ്പോൾ തന്നെ തീരാനേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് നന്നായി വരട്ടി വേണ്ട, ഒരു ജാം പരുവത്തിന് മതി എന്ന് പറഞ്ഞു. ഈ പരുവാകുമ്പോഴത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് മൊത്തമായി എടുത്ത് വെച്ചിരുന്നു. അതിൽ 1 ടേബിൾ സ്പൂൺ നേരത്തെ ആഡ് ചെയ്തു. ഇപ്പോൾ അടുത്ത ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ വരട്ടിയെടുക്കുകയാണ്. ഇവിടെ ഈ പരുവത്തിന് ചട്ടിയിൽ നിന്ന് വിട്ടുവരുന്ന പരുവത്തിന് നല്ലതുപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായി വരട്ടിയതിന് ശേഷം ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു 8 ഏലക്കയുണ്ട്. 8 ഏലക്ക നന്നായി പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഏലക്ക ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് വരട്ടി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. കാരണം മക്കൾക്ക് ഇതുപോലെ മതി എന്ന് പറഞ്ഞു. അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അവർ ബ്രെഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അതിൽ ചക്ക ജാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പുരട്ടി അവർക്ക് ഇഷ്ടം പോലെ കഴിക്കുന്നതാണ്. ഇത് അധികം ഒത്തിരി നാൾ വച്ചേക്കാം, പക്ഷേ എനിക്കിവിടെ ഒത്തിരി നാൾ ഇരിക്കില്ല, ഉടനെ തന്നെ തീരും. ഇതിവിടെ എല്ലാം നന്നായി വരട്ടി ഗ്യാസ് ഓഫ് ചെയ്തു. തണുത്തപ്പോൾ ഈ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കുമ്പോഴത്തേക്ക് ബ്രെഡിലേക്ക് ജാം പോലെ പുരട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.